ബിഗ് ബോസിലെ സൈക്കോളജിസ്റ്റ് ശ്രീരേഖ ആൾക്ക് കാര്യമായിട്ട് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഇന്നലെ മുതൽ ആളാകെ ഇടഞ്ഞു നിൽക്കുകയാണ്. നിലപാടുകൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റാനുള്ളതാണെന്ന് ആർക്കാണ് അറിയാത്തത്. അതുകൊണ്ട് തന്നെ ശ്രീരേഖയും നിലപാടുകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ മാറ്റാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ വെട്ടിലായി പോകും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല ഉശിരൻ നിലപാട് മാറ്റമാണ്. സത്യത്തിൽ ഇന്ന് ഗെയിം നടക്കുന്ന സമയത്ത് ശ്രീരേഖയ്ക്കൊക്കെ ഊടുപാടെ ഏറുകൊണ്ടു, യമുനയ്ക്കും ഏറുകൊണ്ടു, ഗബ്രിക്കും ഏറുകൊണ്ടു. ഗബ്രി ഇവരെ കൂടെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. എന്തായാലും തുടക്കത്തിൽ ഗബ്രിക്ക് കൂടെ നിന്ന ആള് ഒടുവിൽ കൺഫെഷൻ റൂമിലേക്ക് ഗബ്രി പോകുന്നതിന് തൊട്ട് മുമ്പ് നിലപാട് മാറ്റിക്കളഞ്ഞു. അങ്ങനെ നിലപാട് മാറ്റാനുണ്ടായ കാരണം ഇത്ര മാത്രമേ ഉള്ളൂ. ഗബ്രിയുടെ വായിൽ നിന്ന് വന്ന വാക്കിന്റെ കൂട്ടത്തിൽ അസ്ഥാനത്തെറിഞ്ഞു എന്നുള്ളൊരു വാക്ക് വന്നു. ശരിക്കും ഈ അസ്ഥാനത്ത് എന്ന് അയാൾ ഉദ്ദേശിച്ചത് സ്ത്രീകളെ അല്ല, തന്നെ എറിഞ്ഞു എന്നുള്ളതാണ്. തന്റെ സ്വകാര്യ ഭാഗത്ത് ഏറുകൊണ്ടു റോക്കി അത് പ്ലാൻ ചെയ്ത് തന്നെ എറിഞ്ഞതാണ് എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ശ്രീരേഖയുടെ മനസ്സിൽ താൻ ചിന്തിച്ചത് ശ്രീരേഖയുടെ അസ്ഥാനത്ത് എറിഞ്ഞു പിടിപ്പിച്ചു എന്ന് ഗബ്രി പറഞ്ഞു എന്നുള്ളതായിരുന്നു. എന്തായാലും കൺഫെഷൻ റൂമിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഗബ്രിയും ജാസ്മിനും കൂടി ഈ കാര്യത്തെക്കുറിച്ച് പുള്ളിക്കാരിയോട് സംസാരിച്ചപ്പോൾ വീണ്ടും ആൾ ഇടയുവാൻ തുടങ്ങി. എന്നിട്ട് ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് വന്നിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാരോട്, നിഷാനയുണ്ട്, സിജോ അവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ സുരേഷ് ഏട്ടൻ അവിടെ ഇരിപ്പുണ്ട്, ഇവരുടെ എല്ലാവരുടെയും കൂടെ മുൻപിൽ ഇരുന്നുകൊണ്ട് ഭയങ്കര ഷോ ഓഫ്. പുള്ളിക്കാരി പറയും, ഇവിടെ വലിയ ഗ്രൂപ്പ് നടക്കുകയാണ്, ഭയങ്കര ഗ്രൂപ്പുകളിയാണ്, എനിക്കൊന്ന് അറിയണം ഗ്രൂപ്പാണോ ഈ കപ്പ് എടുക്കുന്നതെന്ന്. എന്തായാലും അത് കാണാനായിട്ട് ഞാൻ വരും ഫിനാലെ വീക്കിൽ. ഇത് കേട്ടപ്പോൾ നിഷാന ചോദിച്ചു, അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? ഫിനാലെ വീക്കിന് മുമ്പേ വീട്ടിൽ പോകാൻ തീരുമാനിച്ചോ? ഉടനെ ശ്രീരേഖ പറയുകയാണ്, എനിക്കെന്ത് ഇവിടെ കിടന്ന് ഇവരുടെ ആട്ടും തുപ്പും ഒക്കെ കൊള്ളേണ്ട കാര്യം? വൺ സൈഡ് ആട്ട് മാത്രമേ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, ടു സൈഡ് ആട്ട് തുടങ്ങിയിട്ടില്ല. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. എനിക്ക് നല്ല രീതിയിൽ അന്തസ്സായി ജീവിക്കുവാനുള്ള പരിപാടിയുണ്ട്. നാറിയ കളിയുമായിട്ട് വന്നേക്കുന്നു. എനിക്കിതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. കുറെ ദിവസമായിട്ട് ഞാനിത് കാണുകയാണ്. ആള് പൊട്ടിത്തെറിക്കുവാൻ തുടങ്ങിയപ്പോൾ ആശ്വസിപ്പിച്ചുകൊണ്ട് നിഷാന വീണ്ടും പറഞ്ഞു, ചേച്ചി പോയി കുളിക്ക്, തലയിൽ എണ്ണ വെച്ചിരിക്കുകയല്ലേ, നീരിറങ്ങും. ഉടനെ അതിനെതിരായി വീണ്ടും താൻ ശബ്ദമുയർത്തുകയാണ്, ഇറങ്ങാൻ വേണ്ടി തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ നീരിറങ്ങട്ടെ, അങ്ങനെ 2 ദിവസം വേണമെങ്കിൽ ഞാൻ കിടന്നങ്ങ് ഉറങ്ങും. പവർ ടീം, എനിക്ക് സൗകര്യമില്ല അടുക്കളയിൽ കയറാനും കണ്ടവന്റെയൊക്കെ കാര്യം അന്വേഷിക്കാനും. ശ്രീരേഖ പൊട്ടിത്തെറിക്കുകയാണ്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ എന്തിനോ വേണ്ടി താൻ ബഹളമുണ്ടാക്കുകയാണ്. ആരോടൊക്കെയോ ഉള്ള പകയും വെറുപ്പും വിദ്വേഷവും ഒക്കെ ആയിട്ട് താൻ ഇങ്ങനെ എരിയുകയാണ് അവിടെ നിന്നുകൊണ്ട്. അത് കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഇത് ബിഗ് ബോസ് ആണെന്നും ഇതിങ്ങനെയുള്ളൊരു സംഘർഷ ഭൂമിയാണെന്നും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങൾ ഉണ്ടാകുമെന്നും പരസ്പരം ഹേർട്ട് ചെയ്യുമെന്നും ഒക്കെ അറിഞ്ഞിട്ടല്ലേ ബിഗ് ബോസിനുള്ളിലേക്ക് വരുവാൻ താല്പര്യം കാണിച്ചതും അങ്ങനെയല്ലേ ഇതിനകത്തേക്ക് ശ്രീരേഖ കയറി വരികയും ചെയ്തത്? ഇന്നലെ കരഞ്ഞ് നിലവിളിച്ച സമയത്ത് ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ കയറ്റി ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ പഠിച്ചത് സൈക്കോളജി അല്ലേ? സൈക്കോളജി പഠിച്ച വ്യക്തി തന്നെയാണോ എൻ്റെ മുൻപിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്? കുറുന്തോട്ടിക്ക് വാദം പിടിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ സൈക്കോളജിയുടെ തലനാരിഴകീറി പഠിക്കുവാൻ വേണ്ടി പോയ സൈക്കോളജിസ്റ്റിന് മനോബലമില്ലാതെ കിടന്ന് ഉഴലുന്ന കാഴ്ചയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഈ പോക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ശ്രീരേഖ ഇതിനകത്ത് കുറെ പാടുപെടും. കാരണം ആദ്യമൊക്കെ സഭ്യമായ ഭാഷയിൽ സംസാരിച്ചു വന്നുകൊണ്ടിരുന്ന ആള് ഇപ്പോൾ ടെമ്പർ അങ്ങോട്ട് കൂടുവാൻ തുടങ്ങിയപ്പോഴേക്കും ഭാഷയൊക്കെ മാറുവാൻ തുടങ്ങി, കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സ്ഥിതിയിലേക്കും എത്തി തുടങ്ങി. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.